ഹായ് എവരിവൺ, വെൽക്കം ടു അനു സ്പൂൺ ഓഫ് മാജിക്. ഇന്നത്തെ റെസിപ്പി ഓണം സ്പെഷ്യൽ കടലപ്പരിപ്പ് നേന്ത്രപ്പഴം പ്രഥമനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ നമ്പീഷൻസ് നെയ്യാണ്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് കടലപ്പരിപ്പ് 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ സേവ് ചെയ്തെടുത്തതാണ്. ഇനി ഇത് നെയ്യിലോട്ട് ചേർത്ത് ഒരു 2 to 3 മിനിറ്റ്സ് വഴറ്റിയെടുക്കണം. പിന്നെ നമുക്ക് ആവശ്യം 2 ഗ്ലാസ് വെള്ളമാണ്. അപ്പോൾ നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ കടലപ്പരിപ്പ് അളന്നെടുത്തിട്ടുള്ളത് അതേ ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ് വെള്ളം എടുക്കാൻ ശ്രദ്ധിക്കുക. വെള്ളം ചേർത്ത ശേഷം ഒരു 3 വിസിൽ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ 3 വിസിൽ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പരിപ്പൊക്കെ ഒട്ടും വെള്ളമില്ലാതെ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. പായസത്തിൽ പരിപ്പ് കടിക്കാൻ കിട്ടുമ്പോഴാണ് ആ ടേസ്റ്റ് നമുക്ക് കറക്റ്റായി കിട്ടുക. അതല്ല നിങ്ങൾക്ക് കുറച്ച് മാഷ്ഡ് ആയിട്ടാണ് വേണ്ടെങ്കിൽ 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇന്നത്തെ നമ്മുടെ കുക്കിംഗ് വീഡിയോ പുറത്ത് വെച്ചാണ്. അപ്പം നമ്മുടെ പായസം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച കടലപ്പരിപ്പ് ചേർത്ത് കൊടുത്ത് ഒരു 5 മിനിറ്റ് സോട്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ ചേർക്കുന്നത് പഴം മാഷ് ചെയ്ത് വെച്ചതാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 നേന്ത്രപ്പഴമാണ്. അത് പുഴുങ്ങിയെടുത്ത ശേഷം മിക്സിയിലൊന്ന് അരച്ചെടുത്തതാണ്. അതൊരു 1 മിനിറ്റ് സോട്ട് ചെയ്യുക. എന്നിട്ട് ശർക്കര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 3 പീസ് ശർക്കര ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് ഉരുക്കിയെടുത്തതാണ്. ശർക്കര പാനി പായസത്തിൽ ചേർക്കുന്നതിന് മുമ്പായി ഒന്ന് അരിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതൊന്ന് കുറുകി വരണം. അപ്പോൾ ഇത് ഏകദേശം കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് 2ാം പാൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു തേങ്ങയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 2ാം പാൽ ചേർത്ത ശേഷം ഇതൊന്ന് തിളക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് 1ാം പാൽ കൂടി ചേർത്ത് കൊടുക്കുക. 1ാം പാൽ ചേർത്ത ശേഷം തിളക്കാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് 1 ടീസ്പൂൺ പഞ്ചസാരയും അതുപോലെ തന്നെ 10 ഏലക്ക കൂടി ഒരുമിച്ച് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ഫൈനൽ സ്റ്റേജ് കൂടിയുണ്ട്. നമ്മൾ നെയ്യിൽ വഴറ്റിയെടുത്ത അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങാവുന്നതാണ്. ഇതാ നമ്മുടെ കടലപ്പരിപ്പ് പഴം പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണ്. ഈ ഓണത്തിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക. താങ്ക്